ഭൂമിയിലേക്ക് വന്ന ആൾക്കാരൊന്നുമല്ല നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങളാകുവാനാണ്. നിങ്ങൾ പടച്ചോന്റെ മാത്രം അടിമകളാണ്, വേറൊരാളുടെയും അടിമയല്ല, ഈശ്വരന്റെ മാത്രം അടിമകളാണ്. ഒരു കുരുവിയുടെ മുന്നിൽ ഒരു പാമ്പിങ്ങനെ സർപ്പൊരു മൂർഖനിങ്ങനെ പത്തി വിടർത്തി ആടുമ്പോ കുരുവി എന്താ വിചാരിക്കുന്നത്? പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് ചെയ്യുക. ഈ കുരുവിക്ക് അറിയൂലേ കുരുവിക്ക് ഒരു ചിറകുണ്ട് എന്നും ആ ചിറകിന് പറക്കാൻ ഒരു ആകാശമുണ്ട് എന്നും? ഈ കുരുവി എന്തേ മറന്നുപോയത്? സ്വന്തം ആകാശം ഒരു കുരുവി തിരിച്ചറിഞ്ഞാൽ ഈ പാമ്പിനിങ്ങനെ വെറുതെ ആടാൻ മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഒരു സർപ്പത്തിന്റെ മുന്നിലും നിങ്ങൾ ഈ ചിറക് പൂട്ടി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാകാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന ആൾക്കാർ. കടലിലേക്കൊരു കല്ലെറിയുന്നത് പോലെയാണ് ഒരു മനുഷ്യനെ നോവിക്കുക എന്ന് പറയുന്നത്. കടലിലേക്ക് കല്ലെറിയുക എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എത്ര ആഴങ്ങളിലേക്കാണത് പോകുന്നതെന്നോ എത്ര കാലമാണത് അവിടെ നിൽക്കുക എന്നോ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കല്ലെറിഞ്ഞ നമ്മൾ അവിടെ നിന്ന് പോയി, നമ്മൾ വേറെ കല്ലെറിയാൻ പോയിട്ടുണ്ടാവും. കല്ലെറിഞ്ഞ കാര്യം പോലും നമ്മൾ മറന്നിട്ടുണ്ടാവും. പക്ഷെ ആ കല്ലവിടെ കിടക്കും. കടലിലേക്ക് കല്ലെറിയുന്നത് പോലെയാണ് മനുഷ്യനെ വേദനിപ്പിക്കുന്നത്. ആ കല്ലവിടെ കിടക്കും. അതുകൊണ്ട് എന്ത് പറയരുത് എന്നാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. എന്തൊക്കെ പറയാന്നുള്ളതല്ല. ഞാനൊരാളെ കാണുമ്പോഴേ അയാളോട് എന്തൊക്കെ സംസാരിക്കരുത്